സുഹൃത്തുക്കളെ, അപ്പോൾ വർഷങ്ങളായിട്ട് ഒരേപോലുള്ള ജീവിതം നയിച്ച് ഞങ്ങൾക്ക് മടുത്തത് കൊണ്ട് ഞാനും ജിംഷാദും നാട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ഒരാഴ്ചക്ക് നാട്ടിലേക്ക് തിരിച്ചുണ്ടാവില്ല. പകരം ഞങ്ങൾ അഭയം സ്വീകരിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് അഭയം നൽകിയത് ബാംഗ്ലൂരിൽ നിന്നുള്ള ജമാൽക്കയാണ്. അപ്പം എപ്പോൾ നാട്ടിൽ നിന്ന് പോരുമ്പോഴും എനിക്ക് അഭയം തരാറുള്ളത് ജമാൽക്കാണ്. അപ്പോൾ ജമാൽഖാൻ്റെ ബാംഗ്ലൂരിലെ കൊച്ചു ഫ്ലാറ്റിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഫ്ലാറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം ഇവിടെ മനുഷ്യന്മാർ തിന്നണ പോലെ ലോകത്തെ എവിടെ മനുഷ്യന്മാർ തിന്നലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങണ്ട. ഫുള്ള് ഫ്രൂട്ട്സ്, 5-6 കുപ്പി യോഗട്ട്, വേറെ യോഗട്ട്, ഫുള്ള് പാല്, തൈര്, നാരങ്ങ, ഡാർക്ക് ചോക്ലേറ്റ്, കോണ്, വെള്ളരി, ഇത് മൊത്തം ചിക്കന്, അതിൻ്റെ അടിയിലും ചിക്കന്, ഇവിടെ ചെമ്മീൻ, ഇതിൽ ചെമ്മീൻ, ഫ്രൂട്ട്സ്. ഇനിയിപ്പോൾ ജമാൽക്ക നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്, ഞങ്ങൾ ജിമ്മിൽ പോകാൻ റെഡി ആവും കേട്ടോ. ജമാൽക്ക ഇവിടുത്തെ ഫിറ്റ്നസ് ട്രെയിനറാണ്. ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫിറ്റ്നസ് ട്രെയിനേഴ്സിൽ വരുന്ന ഒരാളാണ് കേട്ടോ ജമാൽക്ക. ആ ബോഡി കണ്ടല്ലോ കേട്ടോ, മാഷാ അല്ലാഹ്. കാണിച്ചു കൊടുത്താ. അപ്പം ജമാൽക്ക ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ഉണ്ട്. ഇതിൽ എന്തൊക്കെയുണ്ട് ജമാൽക്ക? ബീട്രൂട്ട് ഉണ്ട്, ജിഞ്ചർ, ചിയാ സീഡ്സ് ഉണ്ട്, പിന്നെ ലെമൺ, ഹണി, ആപ്പിൾ. അപ്പോൾ ഇത്രയും സാമഗ്രികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. ഒക്കെ നാച്ചുറൽ സാധനം കേട്ടോ, ഫുൾ നാച്ചുറൽ സാധനം. ബിസ്മില്ലാ. സൂപ്പർ. ബാക്കി ഇത് നമുക്ക് പ്രീ വർക്കൗട്ടിന് മുമ്പായിട്ട് കുടിച്ചു പോകാനുള്ള സാധനം. വീറ്റ് ബ്രെഡിൽ ഷുഗർ ഇല്ലാത്ത പീനട്ട് ബട്ടറിൻ്റെ മുകളിൽ കൂടെ അവോക്കാഡോ. അപ്പം ഇതാ ഫുൾ സാധനങ്ങൾ അടിച്ച് സെറ്റാണ്. അപ്പോൾ ജിംഷാനുള്ളത്, ജമാൽക്കുള്ളത് ഇതാവില്ലല്ലോ. അപ്പം ഇത് ജമാൽക്കുള്ളത് മാത്രമാണ്. ഇനി ഇവിടുത്തെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ പെട്ടത് ഇനി ചിക്കൻ ബ്രസ്റ്റ്, മുരിങ്ങ, ഒരു 10, 1, 2, 3, 4, 5, 6 മുട്ട ബാക്കിയുണ്ട്. ഇതിൽ മൊത്തം ഒരു 15 മുട്ട ഉണ്ടായിട്ടാ. ഇത് കുഞ്ഞാപ്പൂൻ്റെ ചെറിയ പ്രോട്ടീൻ ഇതാ. ഇസൂട്ടൻ്റെ ഉണ്ടത്. ഇസൂട്ടൻ്റെ പൂച്ച എടുത്തു. പൂച്ച ഇപ്പം വരൂലേ? എപ്പം വരും? ഇത് മീൻകറി, ഇതിൽ കുറച്ച് ചോറ്, അതില് ഇത് തന്നെ ചിക്ക് പീസ് അല്ലേ? അത് ചേന. കടലിൻ്റെ കറി. ഇനിതാ ഓട്സ് ഒക്കെ രാത്രി തിന്നാലോ കേട്ടോ. ഇവിടെ ഉണ്ട് ഓട്സ്. അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നേന്ത്രപ്പഴം, മൈസൂർ പഴം, ഷമാമ്, 5-6 ട്രേ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജമാൽക്കൊക്കെ ഇവിടെ ഫാം ഉണ്ട്. മുട്ടൻ്റെ ഫാമൊന്നുമില്ല. ഈ 5-6 ട്രേ മുട്ട, പൈനാപ്പിൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് വ്ളോഗ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒരു സാധാരണ മനുഷ്യൻ തിന്നുന്ന രീതിയല്ല ജമാൽക്ക സ്വീകരിക്കുന്ന ഭക്ഷണ രീതി. അപ്പോൾ ഞാനും തന്നെ ഭക്ഷണം ഉഷാറായിക്കോട്ടെ കരുതിയിട്ടാണ് ജമാൽക്കാൻ്റെ അടുത്ത് വന്നത്. അതിന് കാണിച്ചു കൊടുക്ക്. ഇതാണ് ഇസൂട്ടൻ്റെ പൂച്ചട്ടാ. അതിൻ്റെ പേരെന്താ ഇസൂട്ടാ? ഇതിൻ്റെ പേരെന്താ ജമാൽക്ക? ഓസി ആണ് കേട്ടോ പൂച്ച. സൂപ്പർ. ഓൻ്റെ വലിപ്പുണ്ട് കേട്ടോ പൂച്ച. അടുത്തതായി ജിംഷാദ് പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് അടിക്കുന്ന സീൻ കാണാം കേട്ടോ. സെറ്റല്ലേ? ഇഞ്ചി അങ്ങോട്ട് കയറ ജിംഷ. പക്ഷെ സാധനം സെറ്റാ. ഓണാണ്. ചെസ്റ്റ് അടിക്കും. എങ്ങനെയുണ്ട് ജിംഷ? ഇന്റെ ക്ലാസ് കുടിക്കലില്ല ആരും. ഇവിടെ ജമാൽഖാന്റെ വൈഫ് ഉണ്ട് കേട്ടോ. ഇതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു സാധാരണ യുവതിയുടെ ജീവിതമാണ് ജമാൽഖാന്റെ വൈഫ് നയിക്കാറുള്ളത്. അപ്പോൾ ജമാൽഖാന്റെ ഫാമിലി ഫുള്ള് നാദാപുരത്തുകാരാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് നാദാപുരം. അപ്പം നമ്മൾ
പ്രീ വർക്കൗട്ട് ഡ്രിങ്കും കുടിച്ച് നേരെ റെഡിയായി നമ്മളിന്ന് ജിമ്മിലേക്ക് പോകാൻ റെഡി ആട്ടോ. ഇന്ന് നമുക്ക് വർക്കൗട്ട് തരുന്നത് ജമാൽക്കാണ്. എങ്ങനെ ഉണ്ടാവും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വീഡിയോയിൽ കാണാം. യെസ് ജിംഷാദ്, ആരും എക്സൈറ്റഡ്? അപ്പോൾ നമ്മൾ ജമാൽഖാൻ്റെ വീട്ടിലെ 2ാം ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. തുടങ്ങാം. ഇല്ല, പിടിച്ചാൽ മതി, കൂട്ടി പിടിച്ചാൽ മതി, ഇങ്ങനെ ഹക്ക് ചെയ്ത് പിടിച്ചാൽ മതി. അത് എടുത്തുണ്ട്. അപ്പൊ നമ്മളുള്ളത് ജമാൽഖാന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മള് അപ്പൊ ഇന്നലെ നമ്മള് ജിമ്മിൽ പോകുന്നു പറഞ്ഞു. പക്ഷെ ജിമ്മിൽ പോയപ്പോ ഫുള്ള് പാട്ടും ഫുള്ള് ആൾക്കാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നലെ അവിടെ ജിമ്മിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം കോപ്പറേറ്റ് വരും. അപ്പോൾ 2ാമത്തെ ദിവസമാണ് ജിമ്മിൽ നമ്മൾ ഒരു ദിവസം ആരും ഇല്ലാത്ത ടൈമിൽ പാട്ടിടാതെ വ്ളോഗ് എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു അതിഥി ദുൽഖറിന്റെ വലങ്കൈ SBK സാറുണ്ട് നമ്മളെ കൂടെ. അതുപോലെ തന്നെ ബാംഗ്ലൂർ കിങ് അജ്വദ് സാറുണ്ട് നമ്മളെ കൂടെ. പിന്നെ നത്ത് സാർ, ചാടല്ലേ എനിക്ക് ഓൾറെഡി പേടിയാ. എനിക്ക് അലർജിയാ പൂച്ച. ഞാനിതാവും, ബ്ലൈൻഡ് ആവും, ഫെയിന്റ് ആവും. കൈ ഇങ്ങനെ പല്ലിന്റെ കയ്യുമ്മ തട്ടിട്ടാ നിക്കണേ. വായിലിട്ടെടുക്കല്ലേ, വായിൽ പല്ലിടല്ലേ. അതിന്റെ അപ്പം നത്ത് സാറിനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ട്. അവിടെ എല്ലാവരും രോമാഞ്ചവും ടർബോ ഒക്കെ കണ്ടു കാണും. അതിൽ ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ട റോളിൽ അഭിനയിച്ച ആളുണ്ടോ നത്ത് സാർ. അപ്പോൾ നത്ത് സാറിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം SBK ആണ്. SBK പറഞ്ഞാൽ ഫുൾ സിനിമാറ്റിക് ഹോൾഡുള്ള ആളാട്ടോ. ഫുള്ള് ദുൽഖർ സൽമാൻ തൊട്ട് മമ്മൂക്ക തുടങ്ങി നത്ത് സാർ വരെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും ഡീൽ ചെയ്യുന്നത് SBK സാറാവും. SBK സാർ എന്നുള്ള ബാംഗ്ലൂർക്ക് വന്നപ്പോൾ നമ്മളെ കൂടെ ഇന്നലെ ഡിന്നറിന്ന് വർക്കൗട്ട് ചെയ്തിട്ടോ. അതായത് ഞാൻ എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം വർക്കൗട്ട് ചെയ്താണ്ട് പ്രോട്ടീൻ പൗഡറും വാങ്ങി വീട്ടിൽ പോണ ആളെ കാണുന്നുണ്ടോ. ഇന്ന് പ്രോട്ടീൻ ബാറ്, പിന്നെ എന്തൊക്കെ വാങ്ങി, ഓട്സിന്റെ മുസ്ലിന്റെ സാധനങ്ങൾ, പിന്നെ കൊമ്പൂച്ച, നല്ല ഡൈജഷന് വേണ്ടി കൊമ്പൂച്ച. അതായത് എന്തൊക്കെ വേണോ ഒരു ബോഡി ബിൽഡർ തന്നെ എല്ലാ സാധനവും എന്ത് ചെയ്തു ഇന്ന് തന്നെ വാങ്ങി. ഒരു ദിവസം പോയിട്ടുള്ളൂ ജിമ്മില്. 2 വർക്കൗട്ട് കൊടുത്തപ്പോൾ വാമപ്പ് ചെയ്തപ്പോൾ തന്നെ നരിമതി വന്നിക്കണേ. വാമ ചെയ്തപ്പോ തന്നെ ബോസിന്റെ വായിന്ന് നരിമതി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ആളാണ്. അത് മാത്രം കാര്യമില്ല, വർക്കൗട്ട് ചെയ്യണോ. അപ്പൊ അജ്വദ് സാറുണ്ട്. നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഡിന്നർ ഉള്ളത് നോക്കട്ടെ. അല്ല ഇപ്പൊ എന്താ ലഞ്ച്. ഓ ഇത് സീൻ. അത് ജമാൽക്കൊക്കെ മാത്രം ഒരു 15 മുട്ട, പിന്നെ തൈര് സാദം, മന്തി, ചിക്കൻ കറി, വീറ്റ് പാസ്ത, കബാബ്. അത് ഉണ്ടാക്കിയത് നമ്മളെ മച്ചു സാറാണ് ഈ വീടിന്റെ ഐശ്വര്യട്ടാ. അപ്പോൾ മച്ചു ആണ് ജമാൽഖാന്റെ ബോഡി ഇങ്ങനെ നിലനിർത്തുന്നതിൽ ഒരു 90% പങ്കും വഹിക്കുന്നത്. ജമാൽഖാന്റെ പിന്നെ 5% ഡയറ്റും 5% ജമാൽഖാന്റെ വർക്കൗട്ടും മാത്രമാണ് കേട്ടോ. കാരണം ബാക്കിയുള്ളത് ഫുള്ള് ജമാൽഖാൻ ഇങ്ങനെ ഈ തടി നിലനിർത്താൻ കാരണം സഹായിക്കണത് ഇങ്ങനെ ഓരോ ടൈം ആകുമ്പോൾ മച്ചു സാർ ഉണ്ടാക്കി വെക്കുന്ന ഫുഡാണ്. അപ്പം ഇന്നെന്താ അടുക്കളയിൽ എന്താ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ SBKൻ്റെ ഡയറ്റ് ഇങ്ങനെ തുടങ്ങാം കേട്ടോ. 1/2 കിലോ ചോറും 1/2 കിലോ ചോറും പപ്പടവും മയണൈസൊക്കെ കൂട്ടിയിട്ട്
അജു അതോ എന്ത് ഡയറ്റാണാവോ? ജിംഷാദ് സാർ ഇവിടെ നിന്ന് കഴിക്കണ്ടാ. ജിംഷാദ് സാർ ഫുഡ് എങ്ങനെയുണ്ട്? എല്ലാവരെയും വിളമ്പി കൊടുത്ത് ഹാപ്പി ആക്കുന്നത് ജമാൽ സാർ. ഇതാട്ടോ ഇത് ജമാൽ ഖാൻ്റെ കേട്ടോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഒന്ന് ഞാൻ തന്നെ 40 മുട്ട വേറെന്തുണ്ടോ ഒരു മനുഷ്യന് ഇതാട്ടോ 15 ഈച്ച മുട്ട. ഇതിൻ്റെ ഫുഡാട്ടോ. ഒരു പീസ് കബാബ്, ഹുമ്മൂസ്, പിന്നെ വീറ്റ് പാസ്ത. കൈ വറക്കണത് ആദ്യമായിട്ട് ജിമ്മിൽ പോയി വെയിറ്റ് ഒക്കെ പൊന്തിച്ചിട്ടേ മസിലൊക്കെ ഇളക്കിയിട്ട്. ജമാൽക്ക് എന്താ കഴിക്കണേ? ജമാൽക്ക് കഴിക്കണാണ് ഞങ്ങൾക്ക് കാണണ്ടേ കാണികൾക്ക്. ജമാൽക്ക് കഴിക്കാനല്ല കഴിപ്പിക്കാനാണ് ഇഷ്ടം. ഹുമ്മൂസ് അത് ഇവിടുത്തെ ബാംഗ്ലൂർ മയോണൈസ് ആണത്. എങ്ങനെയുണ്ട് ഹുമ്മൂസ്? എങ്ങനെയുണ്ട്? ഒരു വികാരമില്ലാത്ത ഫുഡുകള് ഇനി പ്രൊഡക്ഷനിൽ പറഞ്ഞാളി. കഴിക്കുന്നില്ല. അടുത്ത നമുക്ക് ജമാൽ ഖാൻ്റെ പ്ലേറ്റ് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ജമാൽ ഖാൻ്റെ പ്ലേറ്റ് കേട്ടോ. നാട്ടിൽ ഒരാളെ 3 നേരത്തെ ഭക്ഷണമാണ് ജമാൽ ഖാൻ്റെ ഇവിടുത്തെ 1 നേരത്തെ ഭക്ഷണം. 5-6 മുട്ട, കബാബ്, റൊട്ടി. അജു ഇതൊക്കെ കണ്ടിരിക്കുക. അജുബത് ഹോസ്റ്റലിൽ 4 ദിവസം നിന്ന ഫുഡാണ് ജമാൽക്ക് 1 നേരം കൊണ്ട്. ഒരാഴ്ചത്തെ ഫുഡാണ് ജമാൽക്ക് 1 നേരം ഇരുന്ന് അടിക്കണമെന്ന് അജു സങ്കടത്തോടെ കാണുക കേട്ടോ. ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുക. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഫുഡ് എന്നും അടിപൊളിയല്ലേ. ഞാൻ വന്നപ്പോൾ 71, ഒരു ദിവസം കൊണ്ട് 73 കാണിച്ചിന് തൂക്കം. ഒരു ദിവസം കൊണ്ട് 2 കിലോ കൂടി. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണട്ടോ. എല്ലാവരും ഫുഡ് എൻജോയ് ചെയ്യുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാണാം. അപ്പോൾ ജമാൽ ഖാൻ്റെ വീട്ടിലെ 1 നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് അഭിപ്രായം പറയണം. ഇന്നത്തെ സാറിനെ ക്ഷണിക്കുന്നു. എനിക്കത് 1 മാസം തിന്നാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അയ്യോ ശ്വാസം ഇവിടം വരെ ഫുഡ്. ഓ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അടിപൊളി ഫുഡായിരുന്നു. ഒരുപാട് കഴിച്ചു. അതിന് വരെ പേടിയാണോ പഠിച്ചറപ്പേ? അപ്പം ഇന്ന് വേണ്ട ഫുഡ് ഫുഡ് ഇന്നലെ മുതൽ തിന്നാൻ തുടങ്ങിയതാണ്. എന്താ പറയാ, 80 71 കിലോ അല്ല. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ 73. ഇതിനൊക്കെ ആസ്വാദനം കണ്ടെത്തി ബാക്കിയുള്ളവർക്ക് ഫുഡ് വിളമ്പി ആസ്വാദനം കണ്ടെത്തി ജീവിക്കുന്ന ഒരാള്. രണ്ടാഴ്ച മെസ്സിൽ കിട്ടണ ഫുഡാണ് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു നേരം തന്നെ. അപ്പോൾ എല്ലാവരും ഹാപ്പി, ഫുഡ് കഴിച്ചു. കാരണം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചതാണ് ഈ ഒരു ഫുഡിൻ്റെ ട്രീറ്റ്. അപ്പം ഇതുവരെയൊക്കെ അനുഭവിപ്പിക്കണം എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്ന് സാധിച്ചു. അതിന് പ്രിയപ്പെട്ട ജമാൽ ഖാനോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ജമാൽ എന്താ ബല് കുടുങ്ങിയ എവിടെ അറിയോ? അത് ഞാനൊക്കെ ഇട്ടെടുക്കുമ്പോൾ ബല് വേണ്ട അത് വേണ്ട അറിയും. പക്ഷെ ജമാൽക്ക് ഈ ബോഡി വെച്ചിട്ട് കഴിക്കടാ കഴിക്ക, ഒരു മുട്ട കഴിക്ക്, മുട്ട നത്തൊക്കെ ലാസ്റ്റ് വരെ ജമാൽഖാനെ മേടിച്ചിട്ടാണ് ഫുള്ള് നിന്നേട്ടാ. ഇനി നമുക്ക് എന്തായാലും ജമാൽഖാൻ്റെ ജിമ്മുക്കും കാര്യങ്ങളിലൊക്കെ പോയേക്കാം. അപ്പോൾ ഇന്ന് പറ്റിക്കൂല. ഇന്ന് എന്തായാലും ജിമ്മിൽ പോകും. ഇനി വരുന്ന വീഡിയോ ജിമ്മിൽ പോണ വീഡിയോ ആയിരിക്കും.
ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കാത്തിരുന്ന് ജമാൽ ഖാൻ്റെ സ്വന്തം ജിമ്മിലെത്തിയിട്ടാണ്. അപ്പം രാവിലെ 7 to 9 10 മണി വരെയൊക്കെ നല്ല തിരക്കാവും. അപ്പോൾ അത് മാനിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ ജിമ്മിലെത്തിയത് ഒരു 11 മണി 11:30ക്കാണ്. ഉച്ചയാവാനായി. അപ്പം കുറച്ച് ആളൊക്കെ കുറവാണ്. പാട്ടൊക്കെ ഓഫാക്കി വ്ളോഗ് എടുക്കാൻ പറ്റിയ ടൈമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ ടൈമിൽ വന്നത്. അപ്പം നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ജമാൽ ഖാൻ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യാം. അച്ഛനെ ജമാൽക്ക് നിർത്തിയോ? 7 8 അപ്പോൾ ഇത് ജമാൽക്ക ട്രൈസെപ്സിന് വേണ്ടി കളിക്കുകയാണ്. അടി കിട്ടാൻ നോക്കിക്കോളി. സപ്പോർട്ട് ചെയ്യണ ഇല്ലില്ല. അടുത്ത് ഇനി ജിംഷാദ് ഖാൻ്റെ കളി കാണിച്ചു കേട്ടോ. ജിംഷാദ് ഖാൻ്റെ സെറ്റ് ഇനി ഏതാ കളിക്കണേ? ബൈസിനാ. ആ, ട്രൈസനും ബൈസിനൊക്കെ ജിംഷാദ് ഖാൻ ജമാൽ ഖാൻ്റെ കൂടെ കളിക്കണ്ട, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ജിംഷാദ് ഖാൻ ജമാൽ ഖാൻ്റെ ശിക്ഷണം തന്നെയല്ലേ പറയാ, ശിക്ഷണത്തിൽ തുടങ്ങിയിട്ടാ. താട്ടെ ജിംഷാ. ഓ, സ്മൈൽ കില്ലറായി അടിക്കുക. ചിരിച്ചല്ലേ? അത് ബാക്കൊക്കെയാണ് ഡബിളി ആവും കേട്ടോ. ഡബിളി ആവും ബാക്കൊക്കെ പോയാൽ. വർത്തമാനം പറഞ്ഞ എനിക്കുള്ള കളി കിട്ടി. താവട്ടെ. താവത്തെ പയ്യേ വർക്കണേ. വെയിറ്റ് വെച്ചോളി. എന്നിട്ട് പോവാത്ത 8 9 6 7 8 11. അടുത്തതായി ജിംഷാദ്ക്ക് ജമാൽക്ക് നൽകുന്ന കിഡിലൻ ആബ്സ് വർക്കൗട്ട്. 1 2 1 2 3. വാവ്, കമാൻ കമാൻ ബോയ്സ്. മത്സരിച്ച് കേട്ടോ പോലെ. ഇവര് കയ്യൊക്കെ ഉള്ളവർ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ കയ്യൊക്കെ ഉള്ള ഒരു പരിപാടി. നമുക്ക് 10 അടിക്കാൻ വയ്ക്കുള്ള. ഓ ഓ ഉടക്കൽ ചെയ്തേക്കുന്ന ഉടക്കണ്ടേ? ഇതൊക്കെ നാട്ടിൽ പോയി ചെയ്തോളൂ കേട്ടോ. ഒരു കാല് ബെൻഡ് ചെയ്തോട്ട് ഇപ്പൊ ഓക്കെ. ഇത് റോൾ ചെയ്യും. പൈ ചെയ്യും. അത് കാഫ് കത്തുള്ള കാഫില് കയറ്റി ആവശ്യം വെയിറ്റ് ചെയ്യും. പ്രസ് ആവട്ടെ. സ്റ്റോപ്പ് ചെയ്ത് കാഫ് ചെയ്ത് പ്രസ് ആവട്ടെ. അറിയുന്നുണ്ടോ? പിന്നെ ചെയ്യട്ടോ.
ഇത് എന്നും ചെയ്യണം നാട്ടിൽ പോയി. ഇന്നലെ കുറച്ച് സ്ട്രെച്ചിങ് കാണിച്ചു തന്നില്ലേ, അതൊക്കെ ചെയ്യണം. ഓക്കെ. ഓക്കെ, ഇതൊരു കയറ്റി വരും. കൈ ഇത്രയും ബാക്കിലോട്ട് വെക്കില്ല, കയറ്റി വരും. ശരി, നിങ്ങളിത് കൈ ചെയ്യും, റോളി പ്രസ് ആവട്ടെ. ഇത് തടവുക, പ്രസ് ആക്കി. പ്രസ് ആക്കുന്നുണ്ട്, അത് കുറച്ച് ഇങ്ങോട്ട്. അറിയുന്നില്ലേ? ഓ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഇവിടെ ചെയ്യണം. പിന്നെയാണ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഫസ്റ്റ് ഇവിടെ ചെയ്യാം. ഇനി ഏത് നീയാണ് പെയിനുള്ള? എനിക്ക് റൈറ്റ്. റൈറ്റാ? ആ നെക്സ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ലെഫ്റ്റ് കിടക്ക്. എൽബോ പ്ലാങ്ക്. ഈ കാല് കയറ്റി വെച്ചു, റൈറ്റ് നീ കയറ്റി ഇവിടെ. എവിടെ? റൈറ്റ് നീ ഇവിടെ വെക്കാം. എങ്ങനെ? അതിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. എൽബോ പ്ലാങ്ക് പോലെ എൽബോ റോൾ ചെയ്ത് റൈറ്റ് നീ കയറ്റി വെക്കണം. റോളാവുപ്പത്. ഇന്റെ കഥ കഴിയൂട്ടാ. നല്ല ടൈറ്റ് ആട്ടോ, ഞാൻ എങ്ങനെ വെക്കല്ലേ, വെറുതെ നിന്റെ ലുട്ടിങ്ങനെ ആയത്. എങ്ങനെ? നീ അടങ്ങി അവിടെ കിടന്നോ, ഒരു 10 മിനിറ്റ്. ഓക്കെ. ബ്രീത് ഔട്ട് ചെയ്യണേ, ബലം പിടിക്കല്ലേ. മെല്ലെ മെല്ലെ മെല്ലെ. ബ്രീത് ഔട്ട്, കൈ താത്തിച്ചു. മതി മതി. നമ്മൾ കൈകാല സീനാട്ടോ. ആ പയ്യെ ചെയ്യോ, ബലം പിടിക്കല്ല, അല്ലെങ്കിൽ തന്നെ ഭയങ്കര ടൈറ്റാണ്. മതി 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 മതി. ഓ അമ്മേ, നേരാക്കി. ഇത് സീനാട്ടാ. ആ നേരാക്കി, ബലം പിടിക്കല്ലേ. ഞാൻ ഒടിക്കുവേ. ഇല്ല ഒടിക്കണ്ട. എന്നാ നേരാക്ക്, നേരാക്ക് വരും. ബ്രീത് ഔട്ട് ചെയ്യും, ബ്രീത് ഔട്ട് ചെയ്യും. അടിച്ച് ഔട്ട് ചെയ്തു, ഔട്ട് ചെയ്തു. മോനെ ഇവിടെ കയറ്റി രണ്ടും നമ്മൾ തുറക്കാൻ പോട്ടോ. അയ്യോ അല്ലോ. ഇല്ല പയ്യെ ഫുൾ ഓപ്പൺ ചെയ്യട്ടെ. മതി മതി. തിരിഞ്ഞെടുക്കും. മെല്ലെ. അല്ല റൈറ്റ്. തോറ്റു. ഗുസ്തിയിലൊക്കെ ജോൺസിന് ലോക്കിട്ട പോലെ നിലത്തടിച്ച് കഴിച്ചില്ല ശ്രമിക്കും. സൗണ്ട് കേൾക്കും. നമ്മൾക്ക് അമർത്താൻ പോവാ. എനിക്ക് പേടിയാണ്. എനിക്ക് പേടിക്കണ്ട. നമ്മൾക്ക് മെല്ലെ മെല്ലെ. എവിടുന്നൊക്കെയോ ഒരു പൊട്ടലും ചീറ്റലും ഞാൻ കേട്ടു. അടുത്തതായി ജിംഷാദുഖാനെ വലിച്ചു നീട്ടി അടിക്കാൻ പോവാണ്, മടക്കി ചുരുട്ടാൻ പോവാണ്. ജിമ്മിന് പോയിട്ട് വെയിറ്റ് മാത്രം എടുത്താൽ പോരാ, സ്ട്രെച്ചിങ് ഒന്നും പരിപാടി ഉണ്ട് അറിയില്ലേ. ശ്വാസം കിട്ടില്ലട്ടോ. ശ്വാസം പോണെന്താ? ശ്വാസമൊക്കെ ഇപ്പൊ പോകും, ശ്വാസം സൗണ്ട് കേട്ടിട്ടുണ്ട്.
എൻ്റെ ലെഗ്മെന്റിനും ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യും ഫുള്ള്. ആർത്തോ എന്തിനാണ് പിടിച്ചിരിക്കണേ? പിടിച്ചിരിക്കുമ്പോൾ വേദന കൂടും നിമിഷം. കുറച്ച് ആർത്തൽ വേദന നമ്മളായി വറക്കും. ഇതൊന്നും അനക്കില്ലല്ലോ. ആ എനിക്കതൊക്കെ ചെയ്താ ഈ ബോഡി വെച്ചിങ്ങനെ മെരുക്ക എല്ലാരും. ടൈറ്റായി കിടക്കരുത്. ഞങ്ങൾക്ക് എനിക്കില്ലേനല്ലോ. മതിയോ കഴിഞ്ഞ എണീക്കാൻ പറ്റണില്ലടാ. ജിംഷേനെ എണീക്കാൻ പറ്റാണ്ടായിട്ടായ മുടിയൊക്കെ പറന്നുപോയി. നീക്ക് ഞാൻ കൈ പിടിക്കണ. എങ്ങനെയുണ്ട് സ്ട്രെച്ചിങ്? എങ്ങനെയുണ്ട്? യു ലൈക്ക് ഇറ്റ്? ഉറക്കം വരികയാണ് സുഖമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് അവസാനിക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു താളം തെറ്റുമ്പോഴാണ് ഞാൻ ഇൻ്റെ രീതിയിൽ പറയൽ. അതായത് ജിമ്മിനൊക്കെ പോയി പിന്നെ പോകാണ്ടായി തടിയൊക്കെ കൂടി പിടുത്തം വിടുന്ന ടൈമിൽ ഞാൻ ആകെ ആശ്രയിക്കുന്ന ഒരേ ഒരു വ്യക്തി ജമാൽക്കാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ജമാൽക്കൊക്കെ അറിയാം, ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ജിമ്മിന് പോയി പിന്നെ ട്രാക്ക് കയറി പിന്നെ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ മിസ്സായ ടൈമിൽ ഞാൻ പിന്നെയും എനിക്കത് രണ്ടാമത് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം ഫുഡാണെങ്കിലും കറക്റ്റ് കിട്ടും. ജമാൽക്കാൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും വ്ളോഗിൻ്റെ തുടക്കത്തിൽ കണ്ട പോലെ വർക്കൗട്ട് ആണെങ്കിലും ഇതേപോലെ സ്ട്രെച്ചിങ് മുതൽ A to Z കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. അപ്പോൾ ജമാൽക്ക ഓൺലൈൻ കോച്ചിങ് ചെയ്യാറുണ്ട്, പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ കറൻ്റ് ജമാൽക്ക ഓൾമോസ്റ്റ് ഒരു 2500 മുകളിൽ ക്ലയൻസിനെ ജമാൽക്ക ഓൾറെഡി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡാണ് ജമാൽക്ക. ആർക്കെങ്കിലും ഇപ്പോൾ ഞാനിപ്പം കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ജമാൽക്കാൻ്റെ ക്ലയൻസാണ് കേട്ടോ. ഇതാ ഈ താത്ത ഇങ്ങനെ വന്നു, ഇങ്ങനായി. ഈ കാക്ക ഇങ്ങനെ വന്നു, ഇപ്പം ഇങ്ങനായി. ഇപ്പം ഇങ്ങനെ വന്നു, ഇപ്പം ഇങ്ങനായി. ഈ താത്ത ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഇത് ഷർമിതാത്തയാണ്, ഷർമിതാത്ത നിങ്ങൾക്കറിയാം. ഈ താത്ത ഇങ്ങനെ വന്നു, ഈ താത്ത ഇങ്ങനായി. അപ്പം ഇവരൊക്കെ ചൂസ് ചെയ്ത രീതി എന്താ വെച്ചാൽ ഇവരൊക്കെ ഒരുപാട് ജിമ്മിൽ പോയിട്ടോ കാര്യങ്ങളിൽ പോയിട്ടോ അല്ല തടി കുറച്ചതും കാര്യങ്ങളും. നമ്മൾ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് എക്യുപ്മെൻറ്റ്സ് ഇല്ലാണ്ട് ജമാൽക്ക് ട്രെയിനിങ് കൊടുക്കും. അതുപോലെ ഡയറ്റ് പ്ലാനും കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനും കാര്യങ്ങളും ഫുൾ A to Z. നിങ്ങൾക്ക് തടി കുറക്കാനും തടി കൂട്ടാനും എന്താണെങ്കിലും ഉള്ള കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും A to Z ഓൺലൈനിൽ നിങ്ങളെ ജമാൽക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ജമാൽക്കാൻ ആർക്കെങ്കിലും ഇപ്പോൾ ഒരുപാട് ഉമ്മമാരും താത്തമാരും അല്ലാത്തവരും വ്ളോഗ് കാണുന്നുണ്ടോ, ആരെങ്കിലും വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ വർക്കൗട്ട് പ്ലാൻസോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമാൽഖാനെ റീച്ച് ഔട്ട് ചെയ്യാം. ഞാൻ ജമാൽഖാൻ്റെ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതാ 95 62 12 34 ജമാൽഖാൻ്റെ കോൺടാക്ട് നമ്പർ. ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ജമാൽഖാൻ്റെ അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജാം റെട്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. ഇതാ ജാം റെട്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം IDയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കോച്ചിങ്ങിനും കാര്യങ്ങൾക്കും. അപ്പോൾ ഇനി എല്ലാവരും ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. എനിക്ക് പേഴ്സണലി അറിയുന്ന കോച്ചാണ്. ഞാൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോച്ചാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും ഞാൻ, കാരണം ഇപ്പോൾ തന്നെ അറിയാം, ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരാഴ്ച വന്നത് വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആർക്കെങ്കിലും വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിപ്പോയവർക്ക് തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജമാൽ ഖാനെ റീച്ച് ഔട്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതാ വീണ്ടും നമ്മൾ ജമാൽ ഖാൻ്റെ വീട്ടിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞെത്തി. എനിക്കെന്താ വെച്ചാൽ എനിക്ക് വർക്കൗട്ടിന് പോണേക്കാട്ടിലും ഇഷ്ടം ഈ വീട്ടിലേക്ക് തിരിച്ചു കെട്ട് വരുന്ന ആ ഒരു സീനാണ്. കാരണം തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ 15 മുട്ട, ക്യാരറ്റ് ബീൻസൊക്കെ തോരൻ, ചിക്കൻ കറി, ബ്രക്കോളി, ചെമ്മീൻ, വാട്ടർ മെലന്, പൈനാപ്പിൾ, തൈര്, കുറച്ച് ചോറ്. അപ്പം എനിക്ക് എപ്പോഴും ജമാൽ ഖാൻ്റെ വൈഫാണ് മച്ചു കേട്ടോ. മച്ചുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജമാൽ ഖാൻ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് മച്ചുവാണ്. അപ്പം ഞാനും പടച്ചവനോട് പ്രാർത്ഥിക്കണം, അജുവദിനും ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണേ റബ്ബേ. കാരണം ഇങ്ങനെ വെച്ചുണ്ടാക്കി തന്ന് ഇങ്ങനെയും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു വൈഫിനെ കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പടച്ചവൻ അങ്ങനത്തെ വൈഫുമാർ തന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അപ്പോൾ ഇതാണ് മച്ചുട്ടാ. നാദാപുരംകാരിയാണ് ജമാൽ കഥ. നാദാപുരംകാരനാണ്. കത്തി എന്തിനാ ജമാൽക്ക? അപ്പം ഈ ഒരു കൊച്ചു വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. ബൈ ബൈ.